ഒട്ടനവധി എൻവയറമെൻ്റൽ ലോസ് അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തെ പരിപാലിക്കാൻ വേണ്ടി ഒരുപാട് ലോസ് ഉണ്ട്. ഞാനൊരു സെമിനാറിന് ഒരിക്കൽ ധർമ്മസ്ഥലയിൽ നടത്തിവരുന്ന STM ലോ കോളേജിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 2 ദിവസത്തെ സെമിനാറാണ്. അന്നാണ് എനിക്ക് ഇത്രത്തോളം എൻവയറമെൻ്റൽ ലോസ് നമ്മളെ പ്രപഞ്ചത്തെ ഭരിക്കുന്നത്. കടലിലായാലും ആകാശത്തെയായാലും ഭൂമിയായാലും ഭരിക്കാൻ വേണ്ടി ഒത്തിരി ഓരോ സ്പീഷീസുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒട്ടനവധി നിയമങ്ങൾ നമുക്ക് നിലവിലുണ്ട്. ഈ നിയമങ്ങളെ പരിപാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രപഞ്ചത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരും പ്രപഞ്ചവും തമ്മിലും പ്രപഞ്ചങ്ങളും ജീവജാലങ്ങളും മറ്റെല്ലാ ജീവജാലങ്ങളും തമ്മിലും ഒക്കെ ബന്ധങ്ങളുള്ളതാണ്. ഇപ്പോൾ മനുഷ്യർക്കെല്ലാം സ്ട്രെസ്സും ഒക്കെ വരുന്നതിൻ്റെ പ്രധാന കാരണം പ്രപഞ്ചത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ്. നമ്മൾ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരു മാനസിക സന്തോഷമൊക്കെ ഉണ്ടാകുന്നത്. പണ്ട് നമ്മുടെ പഴയ കാരണവന്മാരെയൊക്കെ എടുത്താൽ അറിയാം, അവർ എല്ലുമുറിയെ പണിത് അവർ വൈകിട്ട് കിടന്നുറങ്ങുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സന്തോഷവും സമാധാനവും ഒക്കെ ഇപ്പോഴത്തെ ജനറേഷന് ലഭിക്കുന്നില്ല. ഒരു മനുഷ്യന് വേണ്ട സിമ്പിൾ പ്ലഷേഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. നല്ല ഉറക്കം, നല്ല ആഹാരം കഴിക്കുക, ഇതെല്ലാം സിമ്പിൾ പ്ലഷേഴ്സ്. നമ്മൾ ലോയൊക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് പഠിക്കുന്നതാണ്. സിമ്പിളായിട്ടുള്ള പ്ലഷേഴ്സാണ്. ഈ പ്ലഷേഴ്സ് എല്ലാം നമുക്കിപ്പോൾ ഒരുപാട് പൈസയുണ്ട്, നല്ല ജോലികളുണ്ട്, നല്ല വാഹനങ്ങളുണ്ട്, നല്ല വസ്ത്രങ്ങളുണ്ട്, ആഹാരം കഴിക്കാൻ ഇഷ്ടം പോലെയുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിളാണ്. നമുക്ക് ആർക്കും മണ്ണ് വരലാത്ത ജോലികൾ ചെയ്യുന്നതിലുമാണ് ഇഷ്ടം. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ദർബി യൂണിവേഴ്സിറ്റി, ഞാൻ പോയൊരു യൂണിവേഴ്സിറ്റിയാണ്, UK ദർബി യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠനം വെളിവാക്കുന്നതെന്ന് വെച്ചാൽ 1990 ശേഷം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പോലും എൻവയറമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പൂവിനെയും പൂമ്പാറ്റയും ഒക്കെ പരിചയപ്പെടുത്തുന്ന ഭാഗങ്ങളെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 70% പാഠഭാഗങ്ങൾ പണ്ടുണ്ടായിരുന്നതിൽ വ്യത്യസ്തമായ രീതിയിലാണ് പാഠഭാഗങ്ങൾ പോലും ക്രമീകരിക്കുന്നത്. അത്രമാത്രം പ്രപഞ്ചത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുന്നു. അവരുടെ പാഠഭാഗങ്ങളിൽ പോലും ഈ ഒരു പ്രതിഫലനം കാണാമെന്ന് പറഞ്ഞ് ദർബി യൂണിവേഴ്സിറ്റിയുടെ ഒരു റിസർച്ചുണ്ട്. എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിച്ചില്ലെങ്കിൽ മനുഷ്യൻ ഒരു അഗാധമായ ഒരു പടുകുഴിയിലേക്ക്, ഒരു മെൻ്റൽ ഗ്ലട്ടറിലേക്ക് അല്ലെങ്കിൽ മാനസികമായ തകർച്ചയിലേക്ക് വീഴുമെന്ന് പറഞ്ഞ പ്രൊഫസർ എഴുതിയിട്ടുണ്ട്. ദർബി യൂണിവേഴ്സിറ്റി ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ് UK. അവരുടെ പഠനങ്ങൾ വെളിവാകുന്നു. ഈ പാഠപുസ്തകങ്ങളിൽ പോലും ഇതെല്ലാം പറ്റി മാർക്കറ്റിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളും എങ്ങനെയും കച്ചവടം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളും ക്യാപിറ്റലിസത്തിൻ്റെ പാഠങ്ങളാണ് കുത്തി നിറച്ചിരിക്കുന്നതെന്നാണ് ഈ പഠനം വെളിവാക്കുന്നത്. നമ്മൾ എത്രയും പെട്ടെന്ന് മണ്ണിലേക്കും മനുഷ്യരിലേക്കും അതുപോലെ പ്രപഞ്ചത്തിലേക്കും പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായ നമ്മൾ ഒരു അസ്തിത്വം ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ അസ്തിത്വത്തിലൂടെ നമ്മൾ പാടുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒരു സന്തോഷകരമായ കാര്യമാണ്. നമ്മളൊരു മനുഷ്യനായിട്ടൊക്കെ ജനിച്ചു, ഈ അസ്തിത്വത്തിൽ കൂടെ നമുക്ക് പലതും പ്രകടിപ്പിക്കാൻ കഴിയുന്നതുമൊക്കെ. അതിനെ മനസ്സിലാക്കാതെ പ്രപഞ്ചത്തിൻ്റെ ഇൻ ട്യൂൺ പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നത്. മനസ്സിലാക്കാതെ വെറും ചില നോട്ടുണ്ടാക്കാനുള്ള വിദ്യാഭ്യാസം മാത്രം നൽകിക്കൊണ്ട് നമ്മുടെ പുതിയ തലമുറയെ വളർത്തിയെടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഇത് ഗൗരവകരമായി പറഞ്ഞു. ഒത്തിരി എൻവയറമെൻറ്റ് ലോസും ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുകയും പ്രപഞ്ചത്തിലേക്ക് തിരികെ വരുവാനുള്ള ആഹ്വാനം നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നമ്മൾ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് ആകാശത്തെ നോക്കുക, നക്ഷത്രങ്ങളെ നോക്കുക, കുറച്ച് നേരം ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന വളരെ മനോഹരമായതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രപഞ്ചത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു ആഹ്വാനത്തിന് വേണ്ടി മാത്രമാണ്